ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആകെപ്പാടെ മൂടി കിട്ടിയൊരു അന്തരീക്ഷമാണ് കേട്ടോ. മഴയില്ല, വെയിലുമില്ല, അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണേ. അപ്പോൾ നമുക്ക് ഇന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടാതിരിക്കാൻ ഒരു വിദ്യ പറഞ്ഞു തരട്ടെ. മുട്ടയുടെ 3/4 ഭാഗം വെള്ളം ഒഴിക്കാവുള്ളൂ. അപ്പോൾ മുട്ട പൊട്ടുകയില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മുട്ട ഇങ്ങനെ പാത്രത്തിൽ കിടന്ന് അടിക്കുമ്പോഴാണ് മുട്ട പൊട്ടിപ്പോകുന്നത്. 3/4 ഭാഗം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മുട്ട അനങ്ങാതെ അവിടെ കിടന്നോളും, വേവുകയും ചെയ്യും. അങ്ങനെ മുട്ട പൊട്ടിപ്പോകാം. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചി ഇട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 വലിയ സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ തീ കൂട്ടിയിട്ട് വഴറ്റണം, എന്നാലേ സവാളയൊന്ന് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടിയും ചേർക്കാം, കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ഇനിയും തീ കുറച്ചിടാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെന്താൽ മതി. സവോളയും തക്കാളിക്കൊക്കെ നല്ലപോലെ വെന്തൊന്ന് അലിഞ്ഞു വരും. അപ്പോഴേക്കും നമുക്ക് ഈ മുട്ട പൊളിച്ചെടുക്കാം കേട്ടോ. മുട്ട പൊളിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങ് പൊളിച്ചെടുത്താൽ മതി. പെട്ടെന്ന് പൊളിച്ചെടുക്കാവേ, ഒരു ബുദ്ധിമുട്ടുമില്ല. പിടിയുന്ന മുട്ട പൊളിച്ചെടുക്കാം. മുട്ട ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള മുട്ടയാണെങ്കിൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാവേ. ഇട്ട് അന്നേരം പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ കോഴി തന്നെ ഇട്ട മുട്ടയാണ് കേട്ടോ, വാങ്ങിച്ചതല്ല. ഇവിടെ കോഴിയുണ്ടേ, കോഴിയുടെ മുട്ടയാണ്. ഇവിടെയുള്ള കോഴിയുടെ മുട്ടയാണ്. മുട്ടയെല്ലാം അങ്ങനെ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മുട്ട കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. മുട്ടയിലേക്ക് എരിവും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ മുട്ട കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് ദോശയും ചുടുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ, അത് നോക്കണമല്ലോ. ഇതിൻ്റെ കൂടെ ദോശ ചൂടുകയാണെങ്കിൽ അതും കൂടി ഇങ്ങ് വെന്തോളും. മുട്ടക്കറി വേകുമ്പോഴേക്കും ദോശയും ചുട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി എന്നായി നിന്ന് നോക്കാം. മുട്ടക്കറി നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായി സവോളയും തക്കാളിക്കും എല്ലാം മുട്ടയ്ക്കകത്തോട്ട് നല്ല എരിവും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി കേട്ടോ. ഇനി ദോശയുടെ കൂടെ ഇങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ മുട്ട റോസ്റ്റിന് സ്വാദുണ്ടോ എന്ന് നോക്കാം. സവാളയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ടേ. നല്ല സ്വാദുണ്ട് കേട്ടോ, സൂപ്പറാണ്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.